ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഈ നരേന്ദ്രമോദി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതായത് BJP 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ പോലും അദ്ദേഹം അത് പത്തനംതിട്ടയിൽ ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇപ്പം നേരത്തെ ശ്രീ എ സജീവൻ പറഞ്ഞതുപോലെ ആ സാഹചര്യമല്ല, അങ്ങനെ ഭരണത്തിലെത്താനുള്ള ഒരു അനുകൂല സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ മുഖ്യപ്രതിപക്ഷമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത് ദേശീയ തലത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആ സാഹചര്യമാണെന്ന് ഇവർ ആവർത്തിക്കുന്നതിനൊപ്പം തന്നെ അത് അങ്ങനെയല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ കോൺഗ്രസിന് എത്രത്തോളം സാധിക്കുന്നുണ്ട്, എന്തുകൊണ്ട് സാധിക്കാതെ വരുന്നു? അല്ല, ധന്യ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരസ്യത്തിലൂടെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ന് ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് പ്രചാരണം നേടിയിട്ടുള്ളത്. എല്ലാ ടെലിവിഷൻ ചാനലുകൾ തുറന്നാലും എത്ര നേരമാണ് പരസ്യം, നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ ഒരു പരസ്യ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് സാധിക്കില്ല, കാരണം അവർക്ക് ഭരണമില്ല. ഇവിടെ 2-3 ഘടകങ്ങൾ പുതിയതായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്രോളിന് 2 രൂപ വില കുറച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ദേശീയ തലത്തില് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല സത്യത്തില് ഏത് രീതിയിലേക്കാണ് ജനങ്ങളുടെ ചിന്ത പോകുന്നതെന്ന്. കാരണം കോൺഗ്രസ് അവരുടെ മുദ്രാവാക്യമൊക്കെ മാറ്റുകയാണ്. ദേശീയ തലത്തിലുള്ള ഈ ഭരണപരമായ പരാജയമൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള മുദ്രാവാക്യത്തെക്കാൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ജനങ്ങളെ സ്വാധീനിച്ച മുദ്രാവാക്യങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ മടങ്ങിപ്പോവാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ BJP വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഈ അയോധ്യ വിഷയം അവരുടെ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് ഒരു കൊണ്ടുവന്നു നമ്മളൊക്കെ സംസാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ നോക്കൂ, അതൊരു അജണ്ടയായിട്ട് മാറുന്നില്ല. അതവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവര് വേറെ രീതിയിലുള്ള ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ നടപ്പാക്കാനുള്ള വിജ്ഞാപനമൊക്കെ പുറപ്പെടുവിച്ചത്. അത് ശ്രദ്ധിക്കട്ടെ. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, 2004-ൽ BJP ഗവൺമെന്റ് ഇതുപോലെ വാജ്പേയിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രചരണം നടത്തിയിരുന്നു, പരാജയപ്പെട്ടുപോയി. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ, രാഹുൽ ഗാന്ധി ഒരിക്കൽ മാത്രമല്ലല്ലോ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഏത് കാലത്തും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ദേശീയ തലത്തിൽ BJPയുടെ നീതിപൂർവമല്ലാത്ത പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി ആണ് എന്ന് BJP തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കാരണം എത്ര തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നോക്കി, ഒരു തവണ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയില്ലേ, എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കഥകൾ അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ നോക്കൂ. നരേന്ദ്രമോദി ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ ഇപ്പൊ എത്ര കാലമായി വരുന്നു, കേരളത്തിൽ എത്ര കാലമായിട്ട് വരുന്നു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യ BJP മുക്തം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണം. പക്ഷെ മാറ്റിയെടുക്കാൻ വന്ന സമയം ശരിയല്ല. എന്താണ് വന്ന സമയം ശരിയല്ലാത്തത്? പ്രധാനപ്പെട്ട കാര്യം, കേരളവും കർണാടകവും തമിഴ്നാടും ഭരിക്കുന്നത് BJP അല്ല. ശരി, കർണാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കർണാടകത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലൊരു റിസൾട്ട് ഇല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, കർണാടകത്തിൽ മാത്രമല്ല, ആന്ധ്രയിലും തെലങ്കാനയിലും അത് തന്നെ സംഭവിക്കും കോൺഗ്രസിന്റെ രീതിയിൽ. കാരണം നിങ്ങൾ നോക്കൂ, ആന്ധ്രാപ്രദേശത്തില് ഇന്നലെ നമ്മുടെ ആന്ധ്രാപ്രദേശല്ല, തെലങ്കാനയില് കവിതയെ അറസ്റ്റ് ചെയ്തു. BRSന്റെ നേതാവ് കവിതയെ അറസ്റ്റ് ചെയ്തു. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അത്? BJPയുടെ അന്വേഷണ ഏജൻസിയാണല്ലോ. അപ്പൊ അവിടെ BJPക്ക് സഖ്യകക്ഷിയെ കിട്ടാത്തൊരവസ്ഥയുണ്ടോ, അതോ BRSന്റെ കയ്യിലെടുക്കാനുള്ള നീക്കമാണോ ഒന്നത്? രണ്ടാമത്തെ, നിങ്ങൾ ആന്ധ്രാപ്രദേശ് നോക്കൂ. ആന്ധ്രാപ്രദേശത്ത് BJPയും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും പവൻകുമാറിന്റെ ജനസേനയുമായിട്ട് സഖ്യം ഉണ്ടാക്കി. അവിടുത്തെ BJPക്കാർക്കും ഇഷ്ടമല്ല, അവിടുത്തെ തെലുങ്ക് ദേശംകാർക്കും ഇഷ്ടമല്ല. എന്താ കാരണം? തെലുങ്ക് ദേശത്തിന് ഇഷ്ടമല്ലാത്ത എന്താണ്? ഒരു ആന്ധ്രയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്നുള്ള BJP അംഗീകരിച്ചിട്ടില്ല. തെലുങ്ക് ദേശത്തെ കുറിച്ച് BJP എന്താ പറയുന്നത്? ഒരു അഴിമതി പാർട്ടിയാണ്. ജനസേനയ്ക്കാണെങ്കിൽ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. അപ്പൊ അതിലൊന്നും ഒരു വ്യക്തതയില്ലാതെ നിൽക്കുകയാണ് അവിടെ. തെലങ്കാനയിലെ കോൺഗ്രസിന്റെ മുന്നേറ്റം ഉണ്ടായത് നമുക്കറിയാം, അതോടെ നിൽക്കട്ടെ. പിന്നെ തമിഴ്നാട്ടിലത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തമിഴ്നാട്ടിലത്തെ DMK കോൺഗ്രസ് സഖ്യത്തിലേക്ക് കടന്നു വന്ന കമൽഹാസനെ പോലുള്ളവരൊക്കെ വെറുതെ വരുന്നതാണോ? അത് ആലോചിച്ച്. പിന്നെ കേരളത്തിലെ കാര്യം, കേരളത്തിൽ നമ്മൾ ദൈനംദിനം കാണുന്നതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിലെ പത്തനംതിട്ടയിൽ ഇന്നലെ നരേന്ദ്രമോദി വന്നിട്ട് അദ്ദേഹം സ്വാമിയെ ശരണമയ്യപ്പോഴാണ് വിളിച്ചത്. കേരളത്തിലെ പത്തനംതിട്ടക്കാർ മാത്രമല്ല, തൃശ്ശൂർ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പോലും നരേന്ദ്രമോദിയുടെ ആ ഇത് കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ ഈ സർക്കാരിന്റെ കാലത്തുള്ള
ജനവിരുദ്ധ നയങ്ങൾ, കർഷകദ്രോഹ നടപടികൾ, വിലക്കയറ്റം, അതുപോലെ സാമ്പത്തിക ഞെരുക്കം, തൊഴിലില്ലായ്മ, പട്ടിണി, അങ്ങനെയുള്ള ഈ പൗരത്വ ഭേദഗതി നിയമം, ഇങ്ങനെയുള്ള ഒരു വലിയ ലിസ്റ്റുണ്ട്. പ്രതിപക്ഷം പലപ്പോഴും പൊക്കിക്കൊണ്ടുവരികയും പിന്നീട് അവർ മിണ്ടാതായി പോവുകയും ചെയ്യുന്ന പല പല വാക്കുകളുമുണ്ട് അതിൽ. അപ്പം ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഈ 400 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അസംതൃപ്തരായവരുടെ വോട്ടുകൾ ഈ കേന്ദ്ര ഭരണത്തിനെതിരായി തിരിയുമെന്ന വളരെ വ്യക്തമായ സൂചന കേന്ദ്ര സർക്കാരിന് നിലവിൽ, ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് നിലവിലുള്ളത് കൊണ്ടല്ലേ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു. അതിനുള്ള സാധ്യതയല്ലേ കൂടുതൽ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. കാരണം BJP ആദ്യം എന്താ പറഞ്ഞിരുന്നത്, അവർ തീർച്ചയായിട്ടും അധികാരത്തിൽ തിരിച്ചെത്തും. കാരണം എന്താണ്, അന്തർദേശീയ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, G20 ഉൾപ്പെടെയുള്ള അന്തർദേശീയ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. പിന്നീട് അവരുടെ ശ്രദ്ധ മുഴുവൻ ക്ഷേത്ര കാര്യങ്ങളിലേക്കായി. ഇപ്പോൾ നോക്കൂ, അവരെ ഏത് കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ 400 സീറ്റ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു അജണ്ടയാണ്, പൊളിറ്റിക്കൽ അജണ്ടയാണ്. നിർഭാഗ്യവശാൽ അതില് രാഷ്ട്രീയമായിട്ട് വലിയ ബോധമില്ലാത്ത, അധികാരത്തോട് ആർത്തിയുള്ള ഒരുപാട് നേതാക്കൾ വീണുപോവുകയാണ്. വീണ്ടും മോദി വരാൻ പോകുന്നു, ഞങ്ങളുടെ ഭാവി രക്ഷപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് കുറെ സുഹൃത്തുക്കൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതൊരു നേട്ടമല്ലേ? അത് നരേന്ദ്രമോദിയുടെ നേട്ടമല്ല. പോയവരുടെ കാര്യത്തെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ട് പോകുന്നു? മഹാരാഷ്ട്രത്തിൽ പോകുന്നു, എല്ലായിടത്തും പോവുകയാണ്. പക്ഷെ BJPയിലത്തെ ചില പ്രമുഖർ തിരിച്ചു വരുന്നു. അതെന്തുകൊണ്ട് തിരിച്ചു വരുന്നത്? അവർക്ക് അവരുടെ നാട്ടിലത്തെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അധികാര രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ട്. എന്താ, ഞങ്ങൾ തിരിച്ചു വരാൻ പോകുന്നു. അതാണ് ഇന്ത്യ ഷൈനിങ്. ഏറ്റവും ഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇന്ത്യ തിളങ്ങുന്നു. ആ ഇന്ത്യ തിളങ്ങുന്നത് പോലും പരാജയപ്പെട്ട നാട്ടില് ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ പറഞ്ഞത് 36 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഒരു പ്രചരണത്തിന് പറ്റുകയാണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്നിട്ട് സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കുമ്പോൾ അദ്ദേഹം തൃശ്ശൂർ വന്നിട്ട് വിളിക്കുന്നതും അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ വിളിക്കുന്നതൊക്കെ പ്രത്യേക മുദ്രാവാക്യങ്ങളാണോ? കേരളത്തിൽ നിന്നല്ല, എല്ലാ ജനങ്ങളും ഒരുമിച്ച് വിളിക്കുന്ന മുദ്രാവാക്യം സ്വാമിയെ ശരണമയ്യപ്പ. പത്തനംതിട്ടയിലത്തെ ഇന്നലെ കൂടി സദസ്സിൽ മാത്രമല്ലല്ലോ. അപ്പൊ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. ഇതൊന്നും ഒരു കേരളീയരൊക്കെ നല്ല കൗതുകകരമായി കണ്ടങ്ങ് വിടും. പക്ഷേ ഇത് BJPയുടെ ഭയത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഓരോ ദിവസവും BJP ആരെയാ കിട്ടുന്നത്, ഏത് പാർട്ടിക്കാരനെ? അതായത് ശരണം വിളിച്ച ആളെ കൂട്ടുന്നത് ബാലറ്റിൽ കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഞാൻ